ഇതുപോലെ ഗതികെട്ട ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നാണ് കെ.സി. വേണുഗോപാൽ എം.പി ചോദിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ധൈര്യശാലിയായ ആഭ്യന്തരമന്ത്രിയായി അവതരിപ്പിച്ചയാളാണ്. ഇപ്പോൾ പാർലമെന്റ് കെട്ടിടത്തിൽ വന്ന ഓരോ മുറികളിലായി ഒളിച്ചിരിക്കുകയാണ് അമിത്ഷാ എന്ന് പരിഹസിക്കുന്നു കോൺഗ്രസിന്റെ ലോക്സഭയിലെ തന്ത്രജ്ഞൻ കൂടിയായ കെ.സി. CJP സമരത്തെ അടിച്ചമർത്തിയ പോലീസ് നടപടിയിൽ വിശദീകരണം വേണമെന്ന നിലപാട് ആവർത്തിച്ചാണ് വേണുഗോപാൽ അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചത്. കുട്ടികളെ ഉപദ്രവിക്കാൻ പെല്ലറ്റ് ഗണ്ണും ലാത്തിചാർജും ടിയർ ഗ്യാസും പ്രയോഗിക്കാൻ ആരാണ് ഉത്തരവിട്ടതെന്ന് പാർലമെന്റിൽ വന്ന് പറയാനുള്ള ധൈര്യം അമിത്ഷാ കാണിക്കാത്തതെന്താണ് എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. അമിത്ഷാ പ്രസ്താവന നടത്താതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുന്നുണ്ട് വേണുഗോപാൽ. ഒപ്പം അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയിലും കേന്ദ്രത്തിന്റെ മറുപടി തേടുന്നു പ്രതിപക്ഷം. വിവാദമായ FCRA ഭേദഗതി ബില്ലിൽ ഇളവിന് തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചെന്ന വാർത്തകൾ വേണുഗോപാൽ തള്ളിക്കളയുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. ഭേദഗതിയിൽ ഇളവ് നൽകാമെന്ന് ഉറപ്പു നൽകിയെന്ന വാർത്ത ശുദ്ധ അസംബന്ധമെന്നാണ് കെ.സി. വിശേഷിപ്പിക്കുന്നത്. ചർച്ചയിൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഔചിത്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ വേണുഗോപാൽ പക്ഷേ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുമുണ്ട്. FCRA ഭേദഗതി നിയമത്തിൽ എന്തെങ്കിലും ഇളവുകൾ കൊണ്ടുവരുമെന്ന് മന്ത്രി അറിയിച്ചിട്ടില്ല. FCRA നിയമം നിലവിൽ ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ചാണ് മന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് RSSന്റെ നിലപാടാണ്. FCRA ദുരുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നത്. സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെക്കുന്നതിനുള്ള നടപടിയാണത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. വളരെ വ്യക്തമായ നിലപാട് രാഹുലും തങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു കെ.സി. വേണുഗോപാൽ. സഭാ നടപടികൾ തുടർച്ചയെ സ്തംഭിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടി ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖത്തു നോക്കി രാഹുൽ പറഞ്ഞെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ചർച്ചയില്ലാതെ പല ബില്ലുകളും പാസാക്കുന്നതിനെയും വേണുഗോപാൽ ന്യായീകരിക്കുന്നുണ്ട്. ബില്ലുകൾ പാസാക്കാനുള്ള ഭൂരിപക്ഷം സർക്കാരിനുണ്ട്, അതവർ പാസാക്കും. ഇനി ചർച്ചയിൽ തങ്ങൾ പങ്കെടുത്താലും നീതി കാട്ടില്ലെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. മൈക്ക് ഭരണപക്ഷത്തിന് മാത്രമാക്കിയിരിക്കുകയാണ്. സർക്കാരിനെതിരെ ഒരു വാക്കു പറഞ്ഞാൽ മൈക്ക് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യും. സഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സ്പീക്കർ സംരക്ഷിക്കുന്നില്ലെന്ന വിമർശനവും കെ.സി. വേണുഗോപാൽ ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ആളുകൾ വെടിവെപ്പിന് ഉത്തരവ് കൊടുത്തത് അല്ലെങ്കിൽ പറയണം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിന് ഉത്തരവ് കൊടുത്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത് രണ്ടും പറയേണ്ട വേദി പാർലമെന്റാണ്. അദ്ദേഹം പാർലമെന്റിലെ കെട്ടിടത്തിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്, മുറികളിൽ. മനസ്സിലാക്കിക്കൊള്ളണം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധൈര്യശാലിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിട്ട് അവതരിപ്പിച്ച ആള് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത എന്താ? ഇപ്പൊ കുറ്റബോധം കൊണ്ട് ഒളിച്ചോടുകയല്ല വേണ്ട. അദ്ദേഹം കൃത്യമായി ക്ലാരിറ്റിയോടെ എക്സ്പ്ലനേഷൻ നൽകണം. ഈ ഉത്തരവ് കൊടുത്തത് ആരാണ്? പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള ഉത്തരവ് കൊടുത്തത് ആരാണ്? ഈ കുട്ടികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ലാത്തിച്ചാർജിനായാലും ടിയർ ഗ്യാസിനായാലും ഉത്തരവ് കൊടുത്തത് ആരാണ്? ഡൽഹി എന്ന് പറയുന്നത് അമിത്ഷായുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതാണ്. കേന്ദ്രഭരണ പ്രദേശമാണ്. ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരം പറയാൻ സാധിക്കാതെ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നവരെ ഞങ്ങളുടെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ല, ഈ കാര്യത്തിൽ നിലപാട് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തെ കാര്യം, ചന്ദാചോരി. ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള അയോധ്യയിലെ രാമമന്ദിരിന്റെ സംഭാവനയിൽ നടന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ എത്ര പേര് കൊണ്ടുപോയിട്ട് അവിടെ ആ കാണിക്കിട്ടിട്ടുള്ളത്? ഈ നാട്ടിലെ വിശ്വാസികളുടെ പണമല്ലേ അത്? ദൈവത്തിന് വേണ്ടി വിശ്വാസികൾ കാണിക്കിട്ട പണം അടിച്ചു മാറ്റിയിട്ട് നിർവികാരമായി നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇവരെ നിയമിച്ച ട്രസ്റ്റേ ഇല്ല. അത് കേന്ദ്ര സർക്കാർ നിയമിച്ച ട്രസ്റ്റ് അല്ലേ? അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും പാർലമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ മീറ്റിംഗ് നടത്തിയിട്ട് തീരുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ ധാരണ വേണം. FCRAയുടെ കാര്യത്തിലെ ഇപ്പോ പുതിയൊരു വാർത്ത വരുന്നത് കോൺഗ്രസുമായി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു, ചില ഇളവുകൾക്കൊക്കെ തയ്യാറാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. FCRA ശുദ്ധ അസംബന്ധം. ഇന്നലെ അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നല്ലോ അവിടെ. സംസാരിച്ചപ്പോൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. FCRA കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ്. സന്നദ്ധ സംഘടനകളെയും മൈനോറിറ്റി വിഭാഗത്തിനെയും ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടിയായിട്ടാണ് അത് കാണാൻ കഴിയുന്നത്.
സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം. അപ്പോൾ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒരു പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വന്ന് പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് FCRA കാര്യത്തിൽ അതിന്റെ ഇപ്പോൾ FCRA നടത്തുന്ന ദുരുപയോഗത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അത് RSSന്റെ വേർഷനാണ്. ഈ RSSന് എന്തും ചെയ്യാം. രാജ്യത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സൈനിക സ്കൂൾ അടക്കം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. സൈനിക സ്കൂൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം RSSനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, ഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും സ്കൂളുകൾ നടപ്പിലാക്കാൻ RSSനെ ഏൽപ്പിച്ചിരിക്കും. അവർക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും പാടില്ല. അവരെ നിയന്ത്രിക്കണം, നിയമം വേണം. ഇതെവിടുത്തെ ന്യായമാണ്?